ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നോക്കിക്കുന്ന ഇവിടെ ഒരു കൊട്ട കാടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരി. അപ്പം നമ്മുടെ ഈ ചെടിയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇതുപോലത്തെ പാലൊക്കെ വാങ്ങുന്ന കുപ്പി കാണില്ലേ നിങ്ങളുടെ വീട്ടിൽ? അപ്പം അതുപോലത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇതാണ് ഒരു പോട്ട്. ഇത് 50 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചൊരു പോട്ടാണ്. ഇത് ഒരുപാട് പഴയതാണ്. ഞാൻ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതൊക്കെ കുറച്ച് കളറൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്ത് പോട്ടുണ്ടോ അത് തന്നെ എടുക്കാം നമുക്ക് കേട്ടോ. അപ്പം ഇതുപോലുള്ള പാലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലൊരു പാല് കുപ്പി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ എന്താണെങ്കിലും മതി. അപ്പം ഞാൻ ഈ കുപ്പി എടുത്തിട്ട് ഇത് കണ്ടോ, ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കും. ഈ ഭാഗം നമ്മളങ്ങ് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഈ കുപ്പിക്കുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ചെടി ഇതിൽ നിന്ന്, ഈ ചെടിയിൽ നിന്ന് ആദ്യം ഞാൻ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ചെടി കണ്ടോ. അപ്പം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ ചെടി അങ്ങോട്ട് മുറിച്ച് ഇത്ര വെച്ച് മുറിച്ചിട്ടുണ്ട്. നമ്മൾ ഇതങ്ങോട്ട് മുറിച്ചിട്ട് വേണ്ട നമുക്കൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ഇതിനുള്ളിൽ അത് വെച്ചിട്ടായാലും വെച്ച് കൊടുക്കാം. വെച്ച് കഴിയുമ്പോൾ അത് പോകുമ്പോൾ നമുക്ക് പേടിക്കണ്ട. ഇത് മറ്റൊരു കളറാണ് ഇതിൻ്റെ. നമ്മുടെ ഇത് കണ്ടോ, ഇതിനകത്തിലൊരു കുപ്പി മുറിച്ച് വെച്ചിരിക്കുകയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നമുക്കങ്ങോട്ട് സെറ്റ് ചെയ്ത് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പോട്ടിലും കൂടെ സെറ്റ് ചെയ്യാം. അടുത്ത പോട്ടിൽ അപ്പോൾ ഇത് വേറെ ചെടിയുള്ളതാണ്. ഞാനത് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകണം. ഇതുണ്ടോ, ഈ ബോട്ടിലിൽ നമുക്ക് മണ്ണ് നിറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന, ഇതിൽ വെള്ളം കിടക്കുന്നത് നമുക്ക് മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ, ഈ ചെടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നതിൽ. ഞാൻ കാണിച്ചു തരാം. ഇതെന്താ, ഇത് ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ നേരത്തെ. കണ്ടോ, ഇത് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലക്കി ബാമ്പ് ഒന്ന് വെച്ച് നോക്കാം. അതിന് ഞാൻ സെയിം ബോട്ടിലെല്ലാം പാലിൻ്റെ കുപ്പിയോ വെള്ളത്തിൻ്റെ കുപ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ശരിക്കും ഇങ്ങനെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വേരുണ്ടാകും. ഇതിലൊക്കെ അങ്ങനെ തന്നെ വേരുണ്ടാകും. പിന്നെ നമുക്കത് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാനും പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ലക്കി ബാമ്പു ഒക്കെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോട്ടിലാണെന്ന് തോന്നും. ഇതുപോലെ ഒരു സംഭവം ഇതിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ, ഇത് ഭംഗിയാണെന്ന് നോക്കിക്കേ. കൂട്ടിലുണ്ടെന്ന് പോലും അറിയത്തില്ല. കണ്ടോ, ഇത് രസമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു, ഈ ചെടി നല്ല മരമാകുന്നതാണ്. ഇതിൻ്റെ ഇല
ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേര് പിടിക്കുമോ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് പിടിക്കുമെന്നാണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ തണ്ടുകൾ ഞാൻ ആ മരത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒരു ബണ്ടിലാക്കി എടുക്കാം. ഇങ്ങനെ ബണ്ടിലാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. കണ്ടോ, വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇത് പോരാന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ പോയി കട്ട് ചെയ്തിട്ട് വന്നതാണ്. കണ്ടോ, അങ്ങനെ അങ്ങോട്ട് തിക്കായിട്ടിരിക്കുമ്പോൾ എന്ത് രസമാണ് നോക്കിയിട്ട് കാണാൻ. ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹാളിലോ ലിവിങ് റൂമിലോ എവിടെ നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ, രസമാണല്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇത് കണ്ടോ, മൂൺഷെയിൻ എന്ന് പറയുന്ന മണി പ്ലാന്റ് ആണിത്. ഇത് ശരിക്കും നേരത്തെ തന്നെ ഞാൻ മുറിച്ച് വേര് പിടിപ്പിച്ചതാണ്. ഇത് വേണമെങ്കിൽ ഇപ്പം മണ്ണിൽ നട്ടു കൊടുത്താലും ഇത് പിടിച്ചോളും. പക്ഷേ ഇതൊരു ഷോയ്ക്ക് വേണ്ടി അങ്ങോട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതേപോലെ നല്ല രസമല്ലേ എല്ലാം കാണാൻ. ഇനി അടുത്തത് ഏതാണ്, ഇതുപോലെ നമ്മൾ തൈര് വാങ്ങിക്കുന്ന ബോട്ടിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അല്പം വെള്ളം ഒഴിച്ചു. ഇതുണ്ടോ, തൈരിൻ്റെ ബോട്ടിലിൽ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതെടുക്കുന്നു. കണ്ടോ, ഇതൊരു 2-3 മൂടുണ്ട്, 3 ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചു. ഇത് ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിത് ബോർഡറിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. അത് ഭയങ്കര നല്ല രസമുള്ളതാണത്. അപ്പം ഇത് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ 7-അപ്പിൻ്റെയൊക്കെ ചെറിയ ബോട്ടിൽ. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, അത് 2 ബോട്ടിലായിട്ട്. ഇതിപ്പോൾ ഇതിൽ കളറ് മാറിയത് എന്താ വെള്ളത്തിന്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് അത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കിഴങ്ങുണ്ട്. ആ കിഴങ്ങിൻ്റെ ഉണ്ടോ. അപ്പം ഇത് നമുക്ക് ഞാൻ 2 എണ്ണമാണ് ഇതിൽ വയ്ക്കുന്നത്. കാരണം ഇതിലൊരു ചെറിയതും കൂടെ വയ്ക്കാം, ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങനെ വെച്ചു. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് വയ്ക്കുന്നത് ഇതല്ല, ഫിലോഡെൻഡ്രൻ എന്ന് പറയുന്ന ചെടിയാണിത്. ഭംഗിയാണ് കാണാൻ. അപ്പം ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലത്തെ തണ്ടുകളുള്ള ചെടി. ഇത് രസമാണ് കാണാനല്ലേ, നല്ല ഭംഗിയല്ലേ. ഇതും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ
കുറച്ചും കൂടി. ഫാനിൻ്റെ ഭയങ്കര ശബ്ദമായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്കിതിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം വീട്ടിൽ. ഇപ്പം ഞാനിത് സിറ്റ് ഔട്ടിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഫുൾ കാണുക, കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ സിറ്റ് ഔട്ടിൽ കണ്ടോ ചെയ്ത ചെടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് കുറേ ദിവസം തന്നെ ഇങ്ങനെ ഇരിക്കും. ഇത് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ വലിയ ചട്ടികളിലോട്ടൊക്കെ മാറ്റി വയ്ക്കും. അപ്പം വാട്ടർ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ തരണേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഓക്കേ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.